ഇടവപ്പാതി തുടരുന്നതിനിടെ തുടർച്ചയായ 4-ാം ദിവസവും ഹൈറേഞ്ച് മേഖല ഇരുട്ടിൽ. അയ്യപ്പൻകോവിൽ, പീരുമേട്, ഏലപ്പാറ, ഉപ്പുതറ, വണ്ടിപ്പെരിയാർ, കുമളി പഞ്ചായത്തുകളിലെയും കട്ടപ്പന നഗരസഭയുടെയും വിവിധ ഭാഗങ്ങളിലാണ് ദിവസങ്ങളിലായി വൈദ്യുതി എത്താത്തത്. ഏതാനും സ്ഥലങ്ങളിൽ മാത്രമാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. ഇതോടെ മിക്കയിടത്തും ജനജീവിതം ദുസ്സഹമായി. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ മരുതമ്പേട്ട, ഹെവൻ വാലി മേഖലകളിൽ ഞായറാഴ്ച നഷ്ടമായ വൈദ്യുതി ബന്ധം ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിലും സ്ഥിതി ഇതുതന്നെ. 4 ദിവസമായി വൈദ്യുതിയില്ലാതെ വന്നതോടെ മൊബൈൽ ഫോണുകളടക്കം നിശ്ചലമായി. പലരും പകൽ സമയങ്ങളിൽ ടൗണുകളിൽ ജനറേറ്ററുള്ള സ്ഥാപനങ്ങളിലെത്തിയാണ് മൊബൈൽ ഫോണുകളടക്കം ചാർജ് ചെയ്യുന്നത്. പിഞ്ചുകുട്ടികളും വാർദ്ധക്യമുള്ളവരും രോഗികളുമുള്ള വീടുകളിലെ സ്ഥിതിയാണ് ഏറെ ദുരിതം. തണുത്ത അന്തരീക്ഷത്തിൽ സൂക്ഷിക്കേണ്ട മരുന്നുകളടക്കം കേടായതായി ആളുകൾ പറയുന്നു. മുൻവർഷങ്ങളിലും മഴ സമയത്ത് വൈദ്യുതി മുടങ്ങാറുണ്ടെങ്കിലും തൊട്ടടുത്ത ദിവസം ഇത് പുനഃസ്ഥാപിക്കുന്നതാണ് പതിവ്. എന്നാൽ ഇത്തവണ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ വൈകുന്നത് ജനജീവിതം തന്നെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ വന്നതോടെ ജലവിതരണ പദ്ധതികളും അവതാളത്തിലായി. ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു വലിയ അനാസ്ഥയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ KSEBിക്ക് ഇത്ര വിഷയം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു കറണ്ട് വന്നാൽ പോലും 5 മിനിറ്റിൽ പോലും കൂടുതലായിട്ട് കറണ്ട് നിൽക്കുന്നില്ല. വീണ്ടും അത് ഓഫായി പോവുകയാണ്. മോട്ടോർ ഓണാക്കാൻ സാധിക്കുന്നില്ല. കുടിവെള്ള പദ്ധതികൾ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ എത്ര മേഖലയിലും KSEB ഒരു വലിയ പരാജയമായി മാറിയ സാഹചര്യമുണ്ട്. അടിയന്തരമായി ബഹുമാനപ്പെട്ട കളക്ടർ ഉൾപ്പെടെ KSEB ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട് ഈ വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തി ബന്ധപ്പെട്ട ജീവനക്കാരെ അധികമായി വർദ്ധിപ്പിച്ചുകൊണ്ട് താൽക്കാലികമായിട്ടെങ്കിലും ആളുകളെ എടുത്തുകൊണ്ട് ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത്. അതുപോലെ പലയിടത്തും കുടിവെള്ളം പോലും കിട്ടാനില്ലാത്ത സ്ഥിതിയാണ്. ഇതോടെ മഴവെള്ളം ഉപയോഗിച്ചാണ് പലരും ഭക്ഷണം പോലും പാകം ചെയ്യുന്നത്. കുന്ത്രമ്പാറ, ശാന്തിപ്പിടി, കവളപ്പാറ ദുരിതമായ മേഖലയാണ്. അവിടെ കറണ്ടില്ല. 5 ദിവസമായി. ഈ 5 ദിവസവും നമ്മളിവിടെ വന്ന് കംപ്ലൈൻറ്റ് ചെയ്തതാണ്. ഇതുവരെ ഒരു റെസ്പോണ്ടിങ് ഒന്നും ഉണ്ടായിട്ടില്ല ഇവരുടെ ഭാഗത്തുനിന്ന്. അപ്പം നമുക്ക് നൈറ്റ് കടയാണ്. വീട്ടിലുണ്ടാക്കുന്ന സാധനം വീട്ടിലാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി കഴിയുമ്പോൾ അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വേണം നമുക്ക് കട തുറക്കാൻ. ഈ 5 ദിവസമായിട്ട് ഞങ്ങൾ 3-4 പേര് തൊഴിലാളികൾ പണികളിരിക്കുന്നത്. അത് തുറക്കാൻ സാധനം ഇതുവരെ പറ്റിയിട്ടില്ല. അതോടൊപ്പം മഴക്കാലത്തിനു മുമ്പേ ടച്ച് വിട്ട് അടക്കമുള്ള നടപടികൾ ചെയ്യാത്തതിനാൽ പലയിടങ്ങളിലും വൈദ്യുതി പോസ്റ്റുകളിലേക്കും ലൈനുകളിലേക്കും മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുന്നത് പതിവായിരിക്കുകയാണ്. അതോടൊപ്പം മരച്ചില്ലകൾ വൈദ്യുതി ലൈനുകൾ തട്ടി നിൽക്കുന്നത് വൈദ്യുതി മുടങ്ങുന്നതിനും കാരണമാകുന്നു. കട്ടപ്പന നഗരസഭയുടെ ചുറ്റുപാടുകളിൽ വൈദ്യുതി മുടക്കം സ്ഥിരമായതോടെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധവും ശക്തമാകുന്നു. മണ്ണിടിച്ചിലടക്കമുള്ള അടിയന്തര സാഹചര്യത്തിൽ മറ്റുള്ളവരെ ബന്ധപ്പെടുവാൻ പോലും സാധിക്കുന്നില്ലെന്നും ആളുകൾ പരാതിപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.